ഈ കലാപകാരികളായിട്ടുള്ള ആളുകളുടെ ഒക്കെ മര്യാദക്കാരായതുകൊണ്ടല്ല സംഭവിച്ചത്. മറിച്ച് അത്തരം കലാപങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ആന്തരികമായ കരുത്ത് ഈ പ്രദേശത്തിന് ഉണ്ടായി എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ഇന്ന് നിലനിൽക്കുന്നത് എന്നത് നാദാപുരത്തിൻ്റെ രാഷ്ട്രീയത്തെ പരിശോധിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാന്യനായ ഖത്തർ KMCCയുടെ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം തിരിച്ച് തന്നെ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഖത്തറിൽ മലപ്പുറം പെരുമാന്നായിരുന്നു പരിപാടി, മലപ്പുറം ജില്ലയുടെ പരിപാടിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, മലപ്പുറത്തിൻ്റെ പരിപാടിക്കാണ് വന്നത്, മലപ്പുറത്തിൻ്റെ പെരുമ പറയാനുമാണ് വന്നത്. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരു പെരുമ എനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. വടകര താലൂക്കിൽ പ്രത്യേകിച്ച് നാദാപുരത്തുകാരുടെ ഒരു ഓൾട്ടർനേറ്റീവായി ജനങ്ങളുടെ ഒരു പകരം വെക്കൽ ഉണ്ടായിട്ടുണ്ട്. പീപ്പിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയും. വലിയ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നാദാപുരം പോലെ കേരളത്തിലെ ഒരു മുസ്ലിം പ്രദേശത്തും ഉണ്ടായിട്ടില്ല. തളിപ്പറമ്പ് പോലെയൊക്കെയുള്ള ഇടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. മലപ്പുറത്തിന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വലിയ കലാപങ്ങൾ 21 ഉള്ള കലാപങ്ങൾ ഉണ്ടാവാം. പക്ഷേ രാഷ്ട്രീയം മെച്ചുവറായി വന്നതിന് ശേഷം ആസൂത്രിതമായ കലാപങ്ങൾ നടന്ന പ്രദേശമാണ് നാദാപുരം. പക്ഷെ നാദാപുരത്തിന്റെ രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന ഇതാ എൻ്റെ പിറകിലിരിക്കുന്ന നേതാക്കന്മാർ, അബ്ദുള്ള മാഷ പോലെയുള്ള അധികായന്മാരായ നേതാക്കന്മാർ, ഇവിടുത്തെ സമുദായത്തിന്റെ നേതാക്കന്മാർ ചെയ്തത് തിരിച്ചക്രമിക്കാനുള്ള കൂപ്പുകൂട്ടലല്ല. ചെറുപ്പക്കാർ വൈകാരികമായി തിരിച്ചക്രമിക്കാനുള്ള കോപ്പുകൂട്ടി ആർജവത്തോടെ വന്നപ്പോഴും അതിനെ, അവരുടെ കരുത്തിനെ, അവരുടെ ശക്തിയെ സക്രിയമായി വഴിതിരിച്ചു വിട്ടത് ലീഗ് രാഷ്ട്രീയമാണ്. ഓരോ നാട്ടിലും കലാപങ്ങൾ ഉണ്ടാക്കി ക്ലോസറ്റ് അടക്കം അടിച്ചുമാറ്റി CPM-ന്റെ രാഷ്ട്രീയ ഗുണ്ടകൾ കൊള്ള നടത്തുമ്പോൾ മറുഭാഗത്ത് നിയമപരമായ വഴിയിൽ അതിനെ പ്രതിരോധിക്കുകയും ഓരോരുത്തരെയും ഗൾഫിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും അധ്വാനത്തിനും അധ്യാപകരായും കൊണ്ടുപോയി അവരെ ശാക്തീകരിക്കുകയും അവര് കൊലപാതക പരമ്പര നടത്തുമ്പോൾ നാദാപുരത്തിന്റെ മണ്ണിൽ 27ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് പ്രതിരോധമുണ്ടാക്കിയ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അത് നാദാപുരത്തിന്റെയോ വടകര താലൂക്കിന്റെയോ രാഷ്ട്രീയത്തിന് അവകാശപ്പെട്ട ഒന്നാണെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങള് അതിന് പ്രത്യേകിച്ച് ഈ വളയം പോലുള്ള പ്രദേശം നിരന്തരമായ അതിക്രമങ്ങൾക്ക് തിരിച്ചടിച്ചിരുന്ന പ്രദേശമാണ്. ഒരുപാട് അതിക്രമങ്ങൾ ഉണ്ടായി. പിന്നീട് ഞങ്ങൾക്കുമാകും എന്നിടത്ത് ആകുമെന്ന് തന്നെ തെളിയിച്ചു. മറുഭാഗത്ത് വേദിയിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 50 പേർക്ക്, 60 പേർക്ക്, 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു 10-15 പേരുടെ പേര് വളയത്ത് പറയാനാവും. കേരളത്തിലെ ഏതെങ്കിലും ഒരു ടൗണിൽ പോയാൽ നിങ്ങൾക്ക് 1-2 ആളെ പറയാം. പക്ഷെ വളയം പോലുള്ള ഈ കൊച്ചു പ്രദേശത്തെ എനിക്കറിയാം, ഒരു 50 പേർക്ക്, 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന എന്റർപ്രണേഴ്സ് ഉള്ള, വ്യവസായികളുള്ള പ്രദേശമാണ് ഇവിടെ. അത്രയുള്ള എത്രയോ ആളുകൾ ഇവിടെയുണ്ട്. എനിക്കറിയാം, പോക്കുവിനെയോ അല്ലെങ്കിൽ കാതറാജിയൊക്കെ പോലെയുള്ള മുതിർന്ന ആളുകളെടുത്ത് പരിശോധിച്ചാൽ അവരുടെ അടുത്ത് പോയി ജോലിക്ക് പറയുന്ന ആളുകളുണ്ട്, ഇവിടെയുണ്ട്, ഈ പ്രദേശത്തുണ്ട്. വെറുതെ ആയിരുന്നില്ല ഇവിടെ ഈ വളയത്ത്. എന്നോട് പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, CH മുഹമ്മദ് കോയ സാഹിബിനെ പുളിയാവുകാര് പണ്ട് അദ്ദേഹത്തെ പോലീസ് വേട്ടയാടുന്ന ഒരു കാലത്ത് CH-നെ വിളിച്ചു താൻ പുളിയാവിലേക്ക്, ധൈര്യത്തിൽ വന്നോളൂ, ഒളിച്ചു താമസിക്കാം. ഒരു വണ്ടി വരാനുള്ള വഴിയില്ലാത്ത സ്ഥലമാണ് പുളിയാവ്. ഒരു നിലക്കും ആർക്കും അങ്ങനെ കണ്ടുപിടിക്കാനാവില്ല, അത്രമേൽ ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലമാണെന്നാണ് പുളിയാവിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രദേശം എന്തെവിടെയാണ്? എത്രമാത്രമാണ് പുരോഗമിച്ചത്? നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന അബ്ദുള്ള മാഷിന്, അതുപോലെയുള്ള ഒരുപാട് ആളുകൾക്ക് അതിനുള്ള പങ്കാളിത്തം എത്രയാണെന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ പിന്നെയും ആലോചിക്കണമെന്ന് ഞാൻ അവരോട് പറയാണ്. പിന്നെയും ആലോചിക്കണം. ഇവിടെ തൊട്ടടുത്ത് വലിയ 2 കോളേജുകളുണ്ട്. ഇതിനോട് ചേർന്ന് ഇതാ വേദിയിലിരിക്കുന്ന ആളുകൾ തന്നെ, നേതാക്കന്മാർ തന്നെ നടത്തുന്ന വലിയ കോളേജുകൾ ഈ ചെറിയ പ്രദേശത്ത്
നിങ്ങൾക്കറിയാമല്ലോ, വലിയ ആർട്സ് കോളേജുകളുണ്ട്. ഏതെല്ലാം തരത്തിൽ ഒരു നാട് പുരോഗമിച്ചു വന്നിട്ടുണ്ട്. സാംസ്കാരികമായ പുരോഗമനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഗോഗോവിളികൾ മാത്രമല്ല, അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും, ഉണ്ടാവുകയും വേണം. പക്ഷേ എത്രയൊക്കെ അത്തരം ഗോഗോവിളികൾ ഉണ്ടാകുമ്പോഴും, എത്ര വലിയ രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ പണത്തെ, നിങ്ങളുടെ വിയർപ്പിനെ, നിങ്ങളുടെ അധ്വാനത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ സമയത്തെ സക്രിയമായി നിങ്ങളെ വിനിയോഗിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘമാണ് ഏത് സമുദായത്തിന്റെയും രാജ്യത്തിന്റെയും ശക്തി എന്ന് പറയുന്നത്. ആളുകളെ വിജൃംഭിതമാക്കുന്നത് മാത്രമല്ല, ഒരുപക്ഷെ 921 കലാപം കൊണ്ട് തകർന്നു പോകുമായിരുന്ന മാപ്പിളയെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവരുടെ കയ്യിലെ കത്തി പിടിച്ചു വാങ്ങി അവർക്ക് പേന പകരം വെച്ചു കൊടുത്തത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്.